ജയ് ശ്രീറാം വിളിച്ച് തല്ലിക്കൊല്ലുന്നത് ആരാത്? ആരാണെന്ന് പറയും. ഹിന്ദുക്കളല്ല അത്? നിങ്ങൾ ക്ലിയർ ആയിട്ട് ഉത്തരങ്ങൾ പറയും. ഏത് കിതാബിലെ ഏത് വാചകം വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നതെന്ന് ഇങ്ങോട്ട് പറയും. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഹിന്ദു ചെയ്യുന്ന കാര്യമോ ഏതെങ്കിലും മുസ്ലിം ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഏതെങ്കിലും മുസ്ലിം കാണിച്ച തെണ്ടിത്തരമല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ തീവ്രവാദം നടത്തിയ ആള് അവിടെ വീട്ടിൽ കിതാബ് ഖുർആൻ തുറന്നു വെച്ചത് 9:111. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ ആള് തുറന്നു വെച്ചത് 5:33. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയൂ, ജയ് ശ്രീറാം വിളിച്ചിട്ട് ഒരാളുടെ തല വെട്ടണമെന്ന് ഹിന്ദു കിതാബിലെ ഏത് ആയത്താണെന്ന് നിങ്ങൾ പറയും. ഞങ്ങളുടെ ബുദ്ധി. പേര് റഫീഖ്. അതെ. പറയൂ. വിശ്വാസി എന്ന് പറഞ്ഞാല് ഇസ്ലാം മത വിശ്വാസിയാണോ? മുസ്ലിമാണോ? കോയയാണോ? അല്ല, കോയല്ല. ഞാൻ എന്തോ വല്ലതും പറഞ്ഞു. എടാ അലവലാതി പുണ്യം. ഞാൻ മുസ്ലിമാണ്. ഓക്കെ, പറയൂ. എന്താ അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്? കോയയാണോ എന്നുള്ളത്? നിങ്ങൾ വിളിച്ച കാര്യം പറഞ്ഞു. മൊത്തം കോയയാണോ? അതെ, നിങ്ങൾ വിളിച്ച കാര്യം. അതങ്ങനെ അത് കോയ അത് പലതവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കോയായിരുന്നു, ഇപ്പൊ എക്സ് കോയാണ്. വിളിച്ച കാര്യം പറയൂ. നിങ്ങൾ വിളിച്ച കാര്യം പറയൂ. തിരക്കിലാണ്. ഞാൻ വിളിച്ച കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾ വിളിച്ച കാര്യം പറയൂ. അത് ശരി. ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? നിങ്ങൾ യുക്തിവാദിയാണെന്നാ പറയുന്നത്. പക്ഷെ നിങ്ങൾ വിമർശിക്കുന്നത് ഓൺലി മുസ്ലിംസിനെ മാത്രമാണ്. മുസ്ലിംസിനല്ല, ഇസ്ലാമിനെ. ഇസ്ലാമിലുള്ളവരാണ് മുസ്ലിംസ്. അത് ശരി. പക്ഷെ ഞാൻ വിമർശിക്കുന്നത് മുസ്ലിമിനെ അല്ലല്ലോ, ഇസ്ലാമിനെ അല്ലേ. മുസ്ലിങ്ങൾ എന്തെങ്കിലും തെണ്ടിത്തരം കാണിക്കുന്നല്ലോ എന്റെ പ്രശ്നം. ഇസ്ലാമിലെ തെണ്ടിത്തരാണ് എന്റെ പ്രശ്നം. ഇസ്ലാമിലെ നിയമങ്ങളാണ് നമ്മളെ പ്രശ്നം. ഓ, അതിനെ ഒന്നും വിമർശിക്കുകയാണെന്നില്ലല്ലോ. മറ്റു മതങ്ങളിലെ ആ മതം ഉണ്ടാക്കിയ പ്രശ്നം ഒരു എക്സാമ്പിൾ പറയും. മതം ഉണ്ടാക്കിയ പ്രശ്നം ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞാല് നമ്മുടെ നാട്ടിലിപ്പോ കുറച്ച് ഇപ്പോ മുമ്പൊന്നും കാണാത്തൊരു സംഭവമുണ്ട്. മുമ്പ് ഉണ്ടായിരിക്കാം, പക്ഷെങ്കിൽ ഇപ്പൊ അടുത്താണ് നമ്മളത് പൊതുവേദിയിലൊക്കെ കാണുന്നത്. അതായത് പിന്നെ ഒരു ഡ്രസ് ഉടുക്കാതെയുള്ള സന്യാസിമാരെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഡ്രസ്, ഒരു നൂല് പോലും ശരീരത്തില്ലാതെ, അല്ലെങ്കിൽ ഒരു പൂനൂലെന്ന് പറയുന്ന ഇത് മാത്രം ധരിച്ചുകൊണ്ട് പിന്നെ നിൽക്കുന്ന സന്യാസി അവർ സ്കൂളിൽ വരുന്ന, അവർ സ്കൂളിൽ താത്തെടുക്കാൻ അങ്ങനത്തെ പൊതുവേദികളിലൊക്കെ വരുന്നു. അതൊരു മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ടോ ഇതിനൊന്നും നിങ്ങൾ എവിടെ വിമർശിച്ച് ഇന്നത്തെ തീയതി കണ്ടിട്ടില്ല. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. പിന്നെ നിസ്സാരമായ വിഷയത്തിന്റെ പേരിൽ ജീപ്പിന്റെ പേര് പറഞ്ഞ് അതുപോലെയുള്ള വിഷയത്തിന്റെ പേരിൽ ആദ്യം നമുക്ക് ഈ വസ്ത്രത്തിന്റെ കാര്യം പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞത് വേദികളിൽ ഇതുപോലെ തുണി ഇല്ലാതെ വരുന്ന സന്യാസിമാരാണ് നിങ്ങളുടെ പ്രശ്നം. അല്ല, എന്റെ പ്രശ്നം അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല. ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നിങ്ങൾക്ക് അതൊരു പ്രശ്നമാണോ? ഇത്തരം വിഷയങ്ങളെ വിമർശിക്കുന്നില്ല എന്നാണ് എനിക്കെന്ത് പ്രശ്നം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഉടുത്തു വരാ, ഉടുക്കാതെ വരാ, അതൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു കേൾക്കൂ പറഞ്ഞുതരാം. എന്താ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ കേൾക്കൂ. ഓക്കെ, മറുപടി പറയുമ്പോ നിങ്ങൾ കേൾക്കണം. അല്ലാതെ ഇങ്ങനെ റേഡിയോ ആയാ ഫോൺ വെച്ചോ. അപ്പൊ നിങ്ങള് മറുപടി പറയുമ്പോ അത് കേൾക്കാം. മറുപടി പറയുമ്പോ കേൾക്കാം. അപ്പോ ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞു ഈ സന്യാസിമാര് തുണിയില്ലാതെ നടക്കുന്നതാണ് നിങ്ങളുടെ വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങളിപ്പോ ഒരു മതം ഉണ്ടാക്കിയ പ്രശ്നത്തിന് ഉദാഹരണം ചോദിച്ചപ്പോ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ തുണി ഉടുത്ത് നടക്കുന്ന കേൾക്കൂ. ഞാൻ ചോദിച്ചത് മതമുണ്ടാക്കിയ പ്രശ്നത്തിനുള്ള ഉദാഹരണം ചോദിച്ചപ്പോഴാണ് നിങ്ങൾ ഇത് പറഞ്ഞത്. മതമുണ്ടാക്കിയ പ്രശ്നമല്ല. എന്നാൽ നിങ്ങൾ പറയൂ. ഞാൻ ചോദിക്കുന്നു, ഇസ്ലാം അല്ലാതെയുള്ള ഒരു മതം ഉണ്ടാക്കിയ പ്രശ്നത്തിന് ഒരു ഉദാഹരണം പറയൂ. വീണ്ടും പറയാ, ഞാൻ വീണ്ടും ഒരു അവസരം തരാം. ഒരാൾ ഉപദേശിക്കാൻ മുമ്പ് താനായോ എന്ന് ആലോചിക്കണം, എന്നിട്ട് ഉപദേശിക്കാൻ പറഞ്ഞു. അവരൊരു ഡ്രസ് ഇല്ലാതെ നടക്കുന്നത് കൊണ്ടൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസമില്ല. പിന്നെന്തിനാ ഞാൻ ഉദാഹരണം ചോദിച്ചപ്പോ നിങ്ങൾ അത് പറഞ്ഞത്? ചോദിച്ച ചോദ്യം ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറയാം. നിങ്ങൾ അതിന് ഉത്തരം പറയാം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. അപ്പൊ ഞാൻ ചോദിക്കുന്നു, മറ്റു മതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രശ്നത്തിന് ഒരു ഉദാഹരണം നിങ്ങൾ പറയൂ. ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റു മതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രശ്നത്തിന് ഒരു ഉദാഹരണം നിങ്ങൾ പറയാം. അല്ല, മറ്റു മതങ്ങള് സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ല.
പ്രശ്നം ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. നിങ്ങൾ എന്താ ഇവിടെ വന്ന് പറഞ്ഞത് നിങ്ങൾ കേൾക്കൂ. ഇപ്പൊ കാര്യം ക്ലിയർ ആവുമ്പോ നിങ്ങൾ ഗോൾ പോസ്റ്റ് മാറ്റരുത്. അത് ശരിയല്ല. അത് കള്ളക്കളിയാണ്. നിങ്ങൾ കള്ളക്കളി കളിക്കരുത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ എന്താ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ കേൾക്കൂ. ചോദിച്ചതിന് ഉത്തരം പറയുമ്പോ നിങ്ങൾ കേൾക്കുക. ക്ലാരിറ്റി തരുമ്പോ നിങ്ങൾ കേൾക്കുക. നിങ്ങൾ കിടന്ന് മെഴുകിയിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ എന്താ ചോദിച്ചത്? ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്ലാം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ് അതിന്റെ വിമർശനത്തിന് കാരണമാകുന്നതെന്ന് പറയുമ്പോൾ മറ്റു മതങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാൻ കഴിയുന്നില്ല. ഞാൻ ഇസ്ലാം ഉണ്ടാക്കുന്ന ഉദാഹരണങ്ങൾ ഒരു 5 ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇവിടെ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിലെ നിയമമാണ്, ശരിയത്താണ്. കേൾക്കൂ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇടപെടൂ. ഓക്കെ, ഇസ്ലാം ഉണ്ടാക്കുന്ന പ്രശ്നമാണ് എന്നോട് ചോദിച്ചത്. ഇസ്ലാം ഉണ്ടാക്കുന്ന ഒന്നാമത്തെ പ്രശ്നം തീവ്രവാദം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവിടെ ന്യൂ ഇയറിന്റെ നിങ്ങൾ പറയുന്നത് കേൾക്കു സുഹൃത്തെ. ചോദിക്കുന്നതിന് ഉത്തരം പറയുമ്പോ നിങ്ങൾ പറയുന്നത് കേൾക്കൂ. ഇടയ്ക്ക് കയറല്ലേ. തീവ്രവാദം. ഇവിടെ ഐസിസിന്റെ കൊടിയും വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ആളുകളുടെ ഇടയിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റി. അയാളുടെ വീട്ടിൽ തുറന്നു വെച്ചത് ഖുർആനിലെ സൂറത്ത് 9:111. ഇസ്ലാമാണ് അവിടെ പ്രശ്നം. ഓക്കെ, ഇനി 2, യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം ഞാൻ പറഞ്ഞു. അതിന് എതിര് നിൽക്കുന്നത് ഇസ്ലാമാണ്. ശരിയത്താണ്, ശരി എന്ന് പറഞ്ഞു നിൽക്കുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇനി 3, ഇവിടെ ഈ പറയുന്ന വഖഫിന്റെ പ്രശ്നം. അവിടെയും പ്രശ്നം ഇസ്ലാം തന്നെയാണ്. അതേപോലെ സ്ത്രീകൾക്ക് നേരിടുന്ന അവിടുത്തെ തുല്യത സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ, സ്ത്രീ വിരുദ്ധത, അതിൽ പ്രശ്നം ഇസ്ലാം തന്നെയാണ്. പുരുഷന്റെ പകുതിയാണ് സ്ത്രീ എന്ന് പറഞ്ഞു വെക്കുന്ന അത്തരം നിലപാടുകൾ ഇവിടുത്തെ. ഇനി വേണോ ഉദാഹരണം? പറയൂ. എന്റെ കഴുത്തിന്റെ പുറത്ത് മേൽ തലയുണ്ട്. ഇനി അടുത്തത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റേ യൂണിഫോം അത് പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ, അവിടെ സ്ത്രീകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ, സ്ത്രീകളുടെ വിവാഹ പ്രായവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, ഇതിലെല്ലാം തടസ്സം നിൽക്കുന്നത് ഏതാണ്? ഇസ്ലാമും ഇസ്ലാമിലെ നിയമവുമാണ്. ഓക്കെ, വിവാഹപ്രായം ഉയർത്താൻ നോക്കുമ്പോൾ മുസ്ലിങ്ങളാണ് വന്നിട്ട് പറയുന്നത് അത് പറ്റില്ല, ഇവിടെ 6-ാം വയസ്സിൽ വരെ കെട്ടാം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഇതാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. ഇനി നിങ്ങൾ പറയൂ, ഹിന്ദുമതം ഇതേപോലെ വിമർശന വിധേയമാക്കാനുള്ള ഒരു 5 കാരണം നിങ്ങൾ പറയും. ഞാൻ പറയാം. യൂണിഫോം സിവിൽ കോഡ് ആണ് എന്ന് നിങ്ങളെ വിഷയം അല്ല. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. നിങ്ങൾ എന്തെങ്കിലും കടന്നിട്ട് ഗോൾ പോസ്റ്റ് മാറ്റി വെച്ചിട്ട് മെഴുകിയിട്ട് കാര്യമൊന്നുമില്ല. 5 മതങ്ങൾ, ഹിന്ദു മതം ഉണ്ടാക്കുന്ന 5 പ്രശ്നം നിങ്ങൾ പറയാ, ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കുന്ന 5 പ്രശ്നം നിങ്ങൾ പറയാ. പറഞ്ഞുതരാം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? 5 പ്രശ്നങ്ങളല്ലേ? ഈ ജയ് ശ്രീറാം വിളിച്ച് തല്ലിക്കൊല്ലുന്നത് ആരാണെന്ന് പറയും. ഹിന്ദുക്കളല്ലേ അത്? താൻ വന്ന വഴി ഏതാണ്ട് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? നിങ്ങൾ ക്ലിയർ ആയിട്ട് ഉത്തരങ്ങൾ പറയും. ഏത് കിതാബിലെ ഏത് വാചകം വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത് ഇങ്ങോട്ട് പറയും. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഹിന്ദു ചെയ്യുന്ന കാര്യമോ ഏതെങ്കിലും മുസ്ലിം ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഏതെങ്കിലും മുസ്ലിം കാണിച്ച തെണ്ടിത്തരമല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ തീവ്രവാദം നടത്തിയ ആള് അവിടെ വീട്ടിൽ കിതാബ് ഖുർആൻ തുറന്നു വെച്ചത് 9:111. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ ആള് തുറന്നു വെച്ചത് 5:33. ഓക്കെ, കഷ്ടായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവൂലേ? അപ്പൊ നിങ്ങൾ പറയൂ, ജയ് ശ്രീറാം വിളിച്ചിട്ട് ഒരാളുടെ തല വെട്ടണമെന്ന് ഹിന്ദു കിതാബിലെ ഏത് ആയത്താണെന്ന് നിങ്ങൾ പറയും. ഏതാണ്? ഏതിന്റെ കാര്യം ചോദിക്കുന്നത്? ഇസ്ലാമിൽ പറയുന്ന വെച്ചാൽ നിങ്ങളെ ചുറ്റുവട്ടത്തുള്ള 40 വീടുകളിൽ പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ എണ്ണിപ്പെട്ടവരെല്ലാം ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? ഇസ്ലാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അയൽവാസി മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അയാളോട് രൂക്ഷമായിട്ട് പ്രവർത്തിക്കണം, അവനെ യുദ്ധം ചെയ്ത് മുസ്ലിം ആക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ ഏതെടുക്കാം? അത്ര ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി പഠിക്കുക, അതല്ലേ വേണ്ടത്. നിങ്ങൾ ഇസ്ലാമിന്റെ അറ്റവും മുതലേ പഠിച്ചു വന്നിട്ട് എക്സ് മുസ്ലിങ്ങളെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ ഖുർആൻ എടുത്ത് പരിശോധിക്കേ. ഖുർആനിൽ 9:123 എടുക്ക്. ഖുർആനിൽ 9:123 എടുത്ത് വായിക്കേ. ഖുർആനിൽ 9:123 എടുത്ത് വായിക്കേ. നിങ്ങൾ ഖുർആനിൽ 9:123 എടുത്ത് വായിക്കേ.
നിങ്ങൾ ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ ശരിയാവുക? 9:110 അതിന്റെ അടുത്ത വായിച്ച അതിനകത്ത് ഉത്തരവുണ്ട്. നിങ്ങൾ അതൊക്കെ വായിക്കേ, ഏതാ വേണ്ടെങ്കിൽ ഒക്കെ വായിക്കേ. അത് വായിക്കാതെ ഇരുന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുക? ഞാനിപ്പോ ഇവിടെ ഖുർആൻ എടുത്തിട്ടില്ല. നിങ്ങൾ കടന്നു മെഴുകാതെ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. ഹിന്ദു കിതാബിൽ ജയ് ശ്രീറാം വിളിച്ച് തല വെട്ടണം എന്നുള്ള ആയത്ത് ഏത് കിതാബാന്ന് നിങ്ങൾ പറയും. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഏതോ ഒരു വരി എടുത്തു വെച്ചിട്ട് ഹിന്ദു കിതാബിൽ ജയ് ശ്രീറാം വിളിച്ചിട്ട് തല വെട്ടുന്നതിന്റെ ആയത്ത് പറയും സുഹൃത്തെ. വൈകിട്ട് നിങ്ങളുടെ വിഷമം നമുക്ക് മനസ്സിലായി. നിങ്ങളുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായോ? ആ പ്രശ്നമില്ല. തൽക്കാലം ഇവിടെ പേ പിടിച്ച മതം ഇസ്ലാം തന്നെയാണ്. പേപ്പട്ടി മതമാണ് ഇസ്ലാം. തൽക്കാലം ബാക്കി പട്ടികൾക്ക് പേ പിടിക്കാൻ നമുക്ക് ആലോചിക്കാം. അപ്പൊ കോയച്ചെല്ല് പിടിച്ച മതം, പേ പിടിച്ച മതം ഇസ്ലാമാണ്. പേപ്പട്ടി മതമാണ് ഇസ്ലാം. ഓക്കെ, നിങ്ങളുടെ ഉപ്പാക്ക് ഉമ്മാക്ക് പേ ഉണ്ടോ? അവർക്ക് പേ പിടിച്ചിരിക്കുകയാണ് അവിടെ. അവർക്കുള്ള ചികിത്സ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പേ പിടിച്ച പേ ഇളകിയതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? പേ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അത് തന്നെയാണ് ഈ പ്രശ്നം. 4-5 കെട്ടി ഇങ്ങനെ വയറ്റിൽ കെട്ടി നടക്കുന്നത്. അതാണ് മുഹമ്മദ് നബി 9, 10, 12, 24 പേരെയൊക്കെ കെട്ടിയില്ലേ? അപ്പൊ പിന്നെ ഞാനൊരു 3 പേരെ കെട്ടത്തന്നെ. മുഹമ്മദ് നബി കെട്ടിയിട്ടുണ്ട്, പോറ്റിയിട്ടുണ്ട്. മുഹമ്മദ് നബി കെട്ടിയിട്ട് മാത്രമൊന്നല്ല, അടിമയെ വെച്ച് പൂശി നടക്കായിരുന്നു. അത് വേറെ കാര്യം. മുഹമ്മദ് നബി അടിമയെ വെച്ച് പൂശി നടക്കുന്ന ആളെ കൊള്ളയടിച്ചിട്ട് പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്ത് നടന്നതിനെയാണോ നിങ്ങൾ കെട്ടിന്നൊക്കെ പറയുന്നത്? നാണുണ്ടോ കോയ? അല്ലേ കോയച്ചല്ലേ? ഇവിടുത്തെ എല്ലാ വകുപ്പും എനിക്ക് അറിഞ്ഞൂടെ?